പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ US സന്ദർശനത്തെ ഏറെ പോസിറ്റീവായാണ് കാണുന്നതെന്നാണ് ശശി തരൂർ MP കഴിഞ്ഞ ദിവസം പറഞ്ഞത്. നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനം പ്രതീക്ഷ നൽകുന്നതാണെന്ന് ശശി തരൂർ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഉഭയകക്ഷി ചർച്ചയിൽ പ്രധാന വിഷയങ്ങൾ ഉന്നയിക്കാനായെന്നും തരൂർ പറയുകയുണ്ടായി. എന്നാൽ തരൂർ പ്രധാനമന്ത്രിയെ പുകഴ്ത്തിയത് കോൺഗ്രസിനത്ര രസിച്ചിട്ടില്ല. ഇത് തരൂരിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നും പാർട്ടി നിലപാടല്ലെന്നും നേതാവ് പവൻ ഖേര തുറന്നടിച്ചിരുന്നു. മോദിയുടെ നയങ്ങൾക്കെതിരെ പാർലമെന്റിലും പുറത്തും കോൺഗ്രസ് നിലപാട് കടുപ്പിക്കുമ്പോഴാണ് തരൂരിന്റെ ഈ തലോടൽ. മോദിയുടെ അമേരിക്കൻ സന്ദർശനത്തെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ അടിമുടി വിമർശിക്കുമ്പോഴായിരുന്നു തരൂരിന്റെ ഈ പുകഴ്ത്തൽ പ്രസ്താവന. ഏതായാലും വെട്ടിലായ നേതൃത്വം തരൂരിനെ തള്ളുകയാണ് ചെയ്തത്. തരൂരിന്റെ പ്രസ്താവനയ്ക്കു പിന്നാലെ മോദി നയങ്ങൾക്കുള്ള അംഗീകാരമെന്ന വലിയ പ്രചരണം BJP സമൂഹ മാധ്യമങ്ങളിൽ സജീവമാക്കിയിട്ടുണ്ട്. ഇതിനിടയിൽ വ്യക്തിയുടെ അഭിപ്രായം പാർട്ടിയുടേതല്ലെന്ന് പാർട്ടി വക്താവ് ജയറാം രമേശും പറഞ്ഞു. ഏത് വിഷയവും പാർട്ടിയുടെ അഭിപ്രായത്തിനാണ് മുൻതൂക്കമെന്ന് അദ്ദേഹം Xൽ പങ്കുവച്ച പോസ്റ്റിൽ കുറിച്ചു. നമ്മുടെ രാജ്യത്ത് സമ്പൂർണ്ണ അഭിപ്രായ സ്വാതന്ത്ര്യവും അഭിപ്രായം പ്രകടിപ്പിച്ചതിന് ശേഷമുള്ള സ്വാതന്ത്ര്യവും നൽകുന്ന ഒരേയൊരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. പാർട്ടി അംഗങ്ങൾ പലപ്പോഴും പല വിഷയങ്ങളിൽ പറയുന്ന അവരുടെ നിരീക്ഷണങ്ങൾ അവരുടേത് മാത്രമാണ്. അത് പാർട്ടിയുടെ അഭിപ്രായമല്ല. ഈ സാഹചര്യത്തിൽ ഇതാണ് പാർട്ടിയുടെ നിലപാട് എന്ന് Xൽ കുറിച്ചു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തെ പുകഴ്ത്തിയുള്ള തരൂരിന്റെ പ്രസ്താവനയും കേരളത്തിലെ ഇടത് സർക്കാരിനെ അഭിനന്ദിച്ചുള്ള ലേഖനവും കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ വലിയ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. എന്നാൽ തന്റെ അഭിപ്രായങ്ങളിൽ ഉറച്ചുനിന്ന തരൂർ സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരോ നല്ലത് ചെയ്താൽ അത് അംഗീകരിക്കുകയും മോശം കാര്യമാണെങ്കിൽ വിമർശിക്കുകയും ചെയ്യുന്നതാണ് തന്റെ രീതിയെന്ന് മറുപടി നൽകിയിരുന്നു. അതേസമയം മോദിയുടെ US സന്ദർശനത്തിന്റെ ഫലപ്രാപ്തിയിൽ കോൺഗ്രസ് വലിയ സംശയം ഉന്നയിച്ചിരുന്ന കാര്യവും തരൂർ പറയുകയുണ്ടായി. അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്ന നടപടിയിൽ തെറ്റില്ലെന്നും ശശി തരൂർ പറഞ്ഞിരുന്നു. എന്നാൽ അവരെ കൊണ്ടുവരുന്ന രീതി സംബന്ധിച്ച് ഉറപ്പൊന്നും ലഭിക്കാത്തതിനാലാണ് നിരാശയെന്നും ശശി തരൂർ വ്യക്തമാക്കി. വിലങ്ങും ചങ്ങലയും അണിയിച്ചു കൊണ്ടുവരുന്നതിനോടാണ് എതിർപ്പെന്ന് തരൂർ നേരത്തെ പറഞ്ഞിരുന്നു. അതേസമയം രാഹുൽ ഗാന്ധി മോദിക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. അദാനിയെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മോദി മറുപടി പറഞ്ഞില്ലെന്നാണ് അദ്ദേഹം വിമർശിച്ചത്. രാഷ്ട്ര നിർമ്മാണത്തെ കുറിച്ചാണ് സംസാരിക്കാൻ വന്നതെന്നും വ്യക്തിയെ കുറിച്ചല്ലെന്നുമാണ് മോദി മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത്. വ്യക്തിപരമായ ചോദ്യങ്ങൾ ഒഴിവാക്കണമെന്നും മോദി മാധ്യമ പ്രവർത്തകരോട് ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം അദാനിക്ക് നൽകുന്ന സേവനങ്ങൾ മോദിക്ക് രാഷ്ട്ര നിർമ്മാണമാണെന്നും രാജ്യ സമ്പത്ത് കൊള്ളയടിച്ചതും അഴിമതിയും എങ്ങനെ അദാനിക്കെതിരായ വ്യക്തിപരമായ കേസാകുമെന്നും രാഹുൽ ഗാന്ധി തിരിച്ചടിച്ചിരുന്നു.